الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وقال الرسول يا رب إن قوم اتخذوا هذا القرآن محجورا പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യരുടെ അവസ്ഥകൾ പരിശോധിച്ചാൽ മനുഷ്യന്മാരുടെ ഇടയിൽ പലതരം പദവികൾ, റാങ്കുകൾ ആളുകൾക്കുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ലോകം ഒരാളെ ഉത്തമനായി, ഉന്നതനായി നിശ്ചയിക്കുന്നത് അയാളുടെ സമ്പത്തോ പദവിയോ തറവാടിൻ്റെ മഹിമയോ അത്തരത്തിലുള്ള കാര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും. എന്നാൽ നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ്റെ മുൻപിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ, ഏറ്റവും ഉത്തമരായ ആളുകൾ, അത് പറഞ്ഞു തരാൻ, വിശദീകരിച്ചു തരാൻ ലോകത്തൊരാൾക്കേ സാധിക്കുകയുള്ളൂ. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അധ്യാപനങ്ങളിലൂടെ പല സന്ദർഭങ്ങളിലായി മനുഷ്യരുടെ കൂട്ടത്തിലെ ഉത്തമരായ ആളുകൾ, ശ്രേഷ്ഠരായ ആളുകൾ ആരാണ് എന്ന് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഖുതുബ പറയാൻ കാരണം, ഈ ഖുതുബയെ നമ്മൾ ഈ ഒരു വിഷയമെടുക്കാൻ കാരണം, അല്ലാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിലെ ഉത്തമരായ ആളുകളെ പഠിപ്പിക്കുന്നത്. ലോകത്തൊരു പദവി ലഭിക്കുക, സ്ഥാനമുണ്ടാവുക എന്നുള്ളത് ഒരുപക്ഷെ വലിയ അഭിമാനത്തോടെയാണ് പല ആളുകളും നോക്കിക്കാണാറുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഉന്നതനാകാൻ, ഉത്തമനാകാൻ നമുക്ക് സാധിക്കുന്ന അവസരങ്ങളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഖുതുബയിലൂടെ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാകേണ്ട വികാരം, ചിന്ത എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് ഉത്തമനാകണം, അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് ശ്രേഷ്ഠനാകണം. ആ ചിന്തയോടുകൂടെ വേണം ഞാൻ സംസാരിക്കാനും നിങ്ങളത് കേൾക്കാനും. അതാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ പല സ്ഥലങ്ങളിലും
പ്രവാചക തിരുമേനി പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് ഖൈറുന്നാസ്, ജനങ്ങളിൽ ശ്രേഷ്ഠർ, ജനങ്ങളിൽ ഉത്തമരായ ആളുകൾ. ആ പദങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വന്ന ചില ഹദീത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ വിഷയം നമ്മൾ പഠിക്കാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മനുഷ്യരിൽ ആരാണ് ശ്രേഷ്ഠരായ ആളുകൾ, മനുഷ്യരിൽ ആരാണ് ഉത്തമരായ ആളുകൾ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ, ഈ ഹദീത്ത് ഒരു പക്ഷേ നമ്മളിൽ പല ആളുകൾക്കും മനഃപ്പാഠമാണ്. റസൂലുള്ളാഹി ഒരു ഉത്തമരായ ആളുകളുടെ ഒരു ഗുണം പഠിപ്പിക്കുകയാണ്. പ്രവാചക തിരുമേനി പറഞ്ഞു, അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ, ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമരായ ആളുകൾ. ഇന്ന് നമ്മൾ 5 വിശേഷണങ്ങൾ, ഉത്തമരായ ആളുകളുടെ 5 ഗുണങ്ങൾ നമ്മൾ പറയും. അതിൽ ഒന്നാമത്തെ ഗുണം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഈ ഹദീത്ത് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത? എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ, പടച്ച തമ്പുരാന്റെ അടുക്കൽ ശ്രേഷ്ഠനാകാൻ, ഉത്തമനാകാൻ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ഖുർആൻ പഠിക്കുന്നവനാകണം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവനാകണം. നോക്കൂ, നിങ്ങൾ റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ ഒരു സ്ഥാനം ലഭിക്കാൻ നമ്മുടെ ഈ ഇഹലോക ജീവിതത്തിൽ, നമ്മുടെ ദുനിയാവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഹദീത്തിനെ മുന്നിൽ വെച്ച് നമ്മളിൽ എത്ര ആളുകൾക്ക് പറയാൻ പറ്റും, ഞാൻ ആ ദറജയിലുള്ള ആളാണ്, അള്ളാഹു ഉത്തമനാണ് എന്ന് പഠിപ്പിച്ച, ആ ശ്രേഷ്ഠത പഠിപ്പിച്ച ഗണത്തിൽ ഞാനുണ്ട്, ഞാൻ അതിൽ അംഗമാണ് എന്ന് അഭിമാനത്തോടുകൂടെ മറ്റുള്ളവരോടല്ല, നമ്മുടെ മനസ്സിനോട് പറയാൻ പറ്റണം, ഞാൻ ഖുർആൻ പഠിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഖുർആൻ പഠിപ്പിക്കുന്നയാളാണ്. പരിശുദ്ധ ഇസ്ലാമിൽ ഖുർആൻ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വലിയ സ്ഥാനമുണ്ട്. പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും സ്ഥാനമുണ്ട്. നമ്മളിൽ പല ആളുകളും പറയാറുള്ളത്, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇത് അറബി ഭാഷയിലാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാകൂല, ഞാനത് പഠിക്കാൻ ശ്രമിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. പല ആളുകളുടെയും ചിന്ത ഏതാണ്? ഇന്ന് നിങ്ങൾ ജുമാ കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ പൂമുഖത്ത്, നിങ്ങളുടെ സിറ്റ് ഔട്ടിൽ ഒരു ലെറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ നാട്ടിലെ കോടതിയിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന്, ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന ഒരു കത്താണ്. ആ കത്ത് ഇംഗ്ലീഷിലാണ്, മലയാളത്തിലല്ല, ഇംഗ്ലീഷിലാണ്. നമുക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല. നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് മനസ്സിലായി ഇത് കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് ബോധ്യമായിട്ട്, പക്ഷെ ഇതെന്താ അതിൻ്റെ ഉള്ളടക്കം എന്നറിയില്ല. നമ്മൾ എന്താ ചെയ്യുക? എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുമോ, അതോ അതറിയാവുന്ന ആളുകളെ കണ്ടെത്തി അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമോ? യാതൊരു സംശയമല്ല, നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കും. കാരണം എന്താ? അത് നമുക്ക് അനിവാര്യമുള്ള കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബോധ്യമായിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങൾ, ഏതെങ്കിലും ഒരു സമയത്ത് വിശുദ്ധ ഖുർആനുമായി നമ്മൾ ഇത്തരത്തിലൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? ഖുർആൻ എനിക്കറിയില്ല, അറബി എനിക്കറിയില്ല, അത് പഠിക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പല ആളുകളും ആ ഖുർആൻ, അറബി ഭാഷ പഠിക്കാൻ, മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മളിന്ന് രാവിലെ ഭക്ഷണം കഴിച്ചവരാണ് അല്ലെ, നമ്മൾ വെള്ളം കുടിച്ച ആളുകളാണ്, ശക്തമായ ചൂടുള്ള സമയമാണ്, ആളുകൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധാരാളം വെള്ളം കുടിക്കണം, നമ്മൾ അതിനനുസരിക്കുന്ന ആളുകൾ. എന്തിനാണ്? നമ്മുടെ ശരീരത്തിന്റെ പുഷ്ടിക്ക് വേണ്ടി, ശരീരത്തിന്റെ നന്മക്ക് വേണ്ടി, ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കുന്നു. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയമായ ജീവിതത്തിന്, നമ്മുടെ ആത്മീയമായ വളർച്ചക്കുള്ള ഭക്ഷണമാകുന്ന ഖുർആൻ പഠിക്കാൻ, ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകളാകാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് പറ്റിയിട്ടുണ്ട്? അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നദിംതു അലാ തളീഇ അക്സരി ഔഖാതി ഫീ ഗൈരി മആനിൽ ഖുർആൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഖുർആനിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയല്ലാതെ, ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയങ്ങളെക്കുറിച്ച് ഞാൻ ഖേദിക്കുന്നു എന്നാണ്. ആരാണ് ഇദ്ദേഹം? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി മഹാപണ്ഡിതനാണ് അദ്ദേഹം. ഒട്ടനവധി ഗ്രന്ഥങ്ങൾ രചിച്ച, അത്ഭുതകരമായ സേവനങ്ങൾ ഇസ്ലാമിന് ചെയ്ത മഹാവ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഖുർആൻ പഠിക്കാനല്ലാതെ ഞാൻ മാറ്റിവെച്ച സമയമാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പഠിക്കാൻ ഈ 60 വയസ്സിനിടയിൽ, 40 വയസ്സിനിടയിൽ, അല്ലെങ്കിൽ 30 വയസ്സ്, എത്ര സമയം നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്? അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠരാകണോ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമരാകണോ, നാം അതിന് ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മൾ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാകണം, അല്ലെങ്കിലോ അത് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ആളുകളാകാൻ വേണ്ടിയാണ് വിശ്വാസികളായ ആളുകളും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രായോഗികമായ നമുക്ക് ഈ ശ്രേഷ്ഠരാകാൻ സാധ്യമാകുന്ന ചില നിർദ്ദേശങ്ങൾ മുൻഗാമികളായ ആളുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉത്തമരാകാൻ, ഖുർആൻ പഠിക്കുന്നവരാകാനുള്ള വഴി എന്താ അറിയും? ഒന്ന്,
ഖുർആനുമായി ഒരു ബന്ധം ഉണ്ടാക്കണം. അതിന് നാം ചെയ്യേണ്ടത് എല്ലാ ദിവസവും എന്ത് ചെയ്യുക, ഖുർആനുമായി കൊണ്ട് എന്തെങ്കിലും ഒരു ബന്ധമൊക്കെ ഉണ്ടാകണം. ഖുർആൻ ഓതാത്ത, ഖുർആൻ പാരായണം ചെയ്യാത്ത, ഒരു 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 ആയത്തിന്റെ അർത്ഥമെങ്കിലും ഒന്ന് വായിച്ചു നോക്കാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ എന്ത് നമുക്ക് കടന്നു പോകാൻ പാടില്ല. ഒരു 10-15 മിനിറ്റ് റബ്ബ് നമുക്ക് 24 മണിക്കൂർ തന്നു ഒരു ദിവസത്തിൽ. ആ 24 മണിക്കൂറിൽ നമ്മുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിൽ നമ്മൾ ഇടപഴകുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഒരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും ഖുർആനിന് വേണ്ടി മാറ്റിവെക്കുമെന്ന് തീരുമാനിച്ചാൽ ഉത്തമരാകാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ, നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ? നമ്മുടെ മക്കൾ ഖുർആൻ പഠിക്കുന്ന ആളുകളാണോ? ഖുർആനുമായി ബന്ധപ്പെടുന്നവരാണോ? ഭാര്യ ഖുർആൻ പഠിക്കുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദുരന്ത വാർത്ത കേട്ടു. ഒരു മകൻ, അദ്ദേഹം വീട്ടിലാണ് ഉറങ്ങിയത്. ഉമ്മയും ബാപ്പയും ആ കുടുംബത്തിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു, അവർ രാത്രി ഉറങ്ങിയ ആളുകളാണ്. രാവിലെ കേൾക്കുന്നത് ആ കുട്ടിയുടെ മരണ വാർത്തയാണ്. എവിടെ നിന്നറിയാം? വീട്ടിൻ്റെ ഉള്ളിൽ നിന്നല്ല. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ മകൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അവൻ വീട് പുറത്തുനിന്ന് പൂട്ടി കൂട്ടുകാരുടെ കൂടെ എന്ത് ചെയ്തു, ആ വീട്ടിന്റെ വാതിൽക്ക് അവന്റെ കൂട്ടുകാർ വന്നു. അവരൊരുമിച്ച് യാത്ര ചെയ്തു. ആ വാഹനം ഇടിച്ചു. ആ ഒരു കുട്ടി മരണപ്പെടുകയാണ്. മുസ്ലിമാണ് ആ കുട്ടി. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാതെ, ഖുർആനുമായി ബന്ധമില്ലാത്ത, ഖുർആനിന്റെ കൽപ്പനകൾ, ഇപ്പോൾ മാതാപിതാക്കളെ പരിഗണിക്കണം, അവരെ അനുസരിക്കണമെന്ന ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ, അത് പഠിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടി എങ്ങനെ ഉമ്മാനെയും ബാപ്പാനെയും ധിക്കരിച്ച് അവരുറങ്ങിയ സമയം നോക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുക? അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഖുർആൻ പഠിക്കുന്ന ഒരവസ്ഥ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കണം. ഇന്ന് സാങ്കേതികമായി ഒരുപാട് വളർന്ന കാലഘട്ടമാണ്. വിശുദ്ധ ഖുർആനിനെ എല്ലാ രീതിയിലും പഠിക്കാനുള്ള സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ സ്മാർട്ട് ഫോണുകളുണ്ട്. അതിൽ ഗെയിമുകൾ, സോഷ്യൽ മീഡിയ പലതും ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എന്താ നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് മറ്റൊരു സംവിധാനമല്ല, ഏറ്റവും നല്ലത് ഖുർആൻ നേരിട്ട് എടുത്ത് ഓതുന്നത് തന്നെയാണ്. എന്നാൽ അതൊന്നും പറ്റാത്ത യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഖുർആൻ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമത്തെ, പ്രായോഗികമായി നാം പരിഗണിക്കേണ്ട ഒരു കാര്യം, തെറ്റ് തിരുത്താൻ മടി കാണിക്കരുത്. പല ആളുകളുടെയും പ്രശ്നം അതാണ്. ഖുർആൻ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വരാൻ പേടി. എന്താ? അപ്പൊ എൻ്റെ തെറ്റൊക്കെ ആൾക്കാർ മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ, തെറ്റിക്കൂടെ? ഖുർആനല്ലേ. അത് തെറ്റിയാൽ പറഞ്ഞു തരാൻ പ്രാപ്തരായ ആളുകളുണ്ട് എങ്കിൽ നമ്മൾ എന്തിനാ മടിക്കുന്നത്? അള്ളാഹുവിന്റെ കോടതിയിൽ വിജയിക്കാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ അതിന്റെ ഖിറാഅത്തിന്റെ നിയമങ്ങൾ അറിയാത്ത ആൾക്കാരുണ്ടാകും. അതേപോലെ തന്നെ ഹർഫുകളുടെ അതിന്റെ മഖാരിജുകൾ അറിയാത്ത ആൾ, അതൊക്കെ പഠിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഖുർആന്റെ പഠനത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധമുണ്ട്, ആ അബദ്ധം മറ്റുള്ളവർ തിരിച്ചറിയുമോ എന്ന് പേടിച്ചെന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടാതിരിക്കാൻ പാടില്ല. അഞ്ചാമത്തെ പ്രായോഗികമായ ഒരു നിർദ്ദേശം, പഠിച്ചത് പ്രാവർത്തികാക്കുക എന്നുള്ളതാണ്. ഉത്തമരാകാനുള്ള വഴിയാണ് പഠിച്ചത് പ്രാവർത്തികാക്കുക. ഖുർആനിലെ ഓരോ ആയത്തുകളും നമുക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിലെ ഒരു ആയത്ത് പഠിച്ചു. ഇപ്പം ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ അമിതമായി കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അമിതവയം ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ഈ ആയത്ത് ഓതിപ്പോയാൽ പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതേപോലെ തന്നെ ഖുർആനിന്റെ ഓരോ കൽപ്പനകളും കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ജഅലിൽ ഖുർആനൽ അലീമ റബീഅ ഖൽബി വനൂറ സദ്രി എന്ന് പറയുന്ന പ്രാർത്ഥന പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഈ മഹത്തായ ഖുർആനെ എൻ്റെ ഹൃദയത്തിന്റെ വസന്തവും എൻ്റെ നെഞ്ചിന്റെ പ്രകാശവുമാക്കണേ എന്ന് മുൻഗാമികൾ പ്രാർത്ഥിച്ച് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെടുന്ന അങ്ങനെ ഉത്തമരാകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു റസൂൽ ഖുർആനിലൂടെ പഠിപ്പിച്ചു. ഞാൻ ഓതി വെച്ച ആയത്താണ്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഈ ആയത്തിനെ നമ്മൾ പേടിക്കേണ്ട ഒരു ആയത്താണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് വെച്ച് പറയുമെന്നാണ്. വഖാല റസൂൽ, അല്ലാഹു പറയും, യാ റബ്ബ്, എൻ്റെ റബ്ബേ, ഇന്ന ഖൗമി, എൻ്റെ സമുദായം, എൻ്റെ ആളുകൾ, അവർ ഈ ഖുർആനിനെ അവഗണിച്ചു. ആരെ ചൂണ്ടിയ പറയാ? അള്ളാന്റെ റസൂൽ പറയുന്നത് എൻ്റെ സമുദായം എന്നാണ്. ആരെ? നബി നിങ്ങൾക്കറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഒരു അവസരം കൊടുത്തു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് എന്തും ചോദിക്കാം, പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന കൊടുത്തു. ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. ലോകത്തുള്ള എല്ലാ നബിമാർക്കും അള്ളാഹു ആ അവസരം കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ ബാക്കി എല്ലാ നബിമാരും ലോകത്ത് വെച്ച് അവരുടെ അവസരം ഉപയോഗപ്പെടുത്തി. അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി പറയാണ്, ഞാൻ എൻ്റെ അവസരം ഉപയോഗപ്പെടുത്തണില്ല. അള്ളാന്റെ റസൂൽ നമുക്ക് വേണ്ടി, അഥവാ നാളെ പരലോകത്ത് നമ്മളെ വിചാരണക്കെടുക്കാൻ വേണ്ടി ആ സമയം നബി ഉപയോഗപ്പെടുത്തണം. അന്നേ നബി അത് ചോദിക്കുള്ളൂ. നബിക്ക് കിട്ടിയ അവസരം. അത്രമാത്രം നമ്മളെ സ്നേഹിച്ച നബി. നബി ബലിയെറുത്ത ചരിത്രമുണ്ട്. 100 മൃഗങ്ങളെയാണ് നബി ബലിയെറുത്തത്. 100 മൃഗങ്ങളെ. അതിൽ ഒരു മൃഗത്തിന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോൾ നബി പറഞ്ഞെന്തറിയോ? എൻ്റെ ഉമ്മത്തിൽ ബലിയെറുക്കാത്ത ആരൊക്കെണ്ടോ അവർക്ക് വേണ്ടി ഞാൻ ബലിയെറുക്കുന്നു. അത്ര സ്നേഹമായിരുന്നു നബിക്ക് നമ്മളോട്. ആ നബിയാണ് പറയുന്നത്, അള്ളാഹുവേ, എൻ്റെ ഈ സമുദായം ഖുർആനിനെ തള്ളിക്കളഞ്ഞ ആൾക്കാരാണെന്ന്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഖുർആനെ തള്ളിക്കളയറിയോ?
ഞാൻ ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് പറഞ്ഞ ആയത്തിന്റെ ആ പരിധിയിൽ ഞാനുണ്ടോ? എങ്ങനെ മനസ്സിലാകുക? ഖുർആനെ തള്ളിക്കള എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാതിരിക്കുക, ഖുർആന്റെ അർത്ഥം ചിന്തിച്ച് അതിനെ തദബ്ബുർ നടത്താതിരിക്കുക, അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ എവിടെയാണോ അതിനനുസരിച്ചാണ് ഈ ആയത്ത് നമ്മളെ സ്വാധീനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ പറയുന്ന ഖുർആനെ അവഗണിക്കുന്ന ആൾക്കാർ നമ്മൾ ഉണ്ടാകാൻ പാടില്ല, പഠിക്കുന്ന ആൾക്കാരാകണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു നമ്മുടെ ലൈഫിൽ ഖുർആൻ പഠിക്കാൻ ഒരു സമയം നമ്മൾ മാറ്റി വെക്കണം. എങ്കിലാണ് നമുക്ക് ശ്രേഷ്ഠരാകാൻ സാധിക്കുക എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മുടെ പള്ളിയിൽ അതിനുള്ള അവസരമുണ്ട്. എല്ലാ ശനിയാഴ്ചയും നമ്മുടെ പള്ളിയിൽ ക്ലാസ് നടക്കുന്നുണ്ട്. സഹോദരങ്ങളെ, കുടുംബസമേതം മക്കളെയൊക്കെ കൂട്ടി വന്നിട്ട് എന്ത് ചെയ്യണം? ഖുർആൻ പഠിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. രണ്ടാമത്തെ ശ്രേഷ്ഠരാകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനുക്കും അഖ്ലാഖ. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണെന്ന്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠരാകാൻ രണ്ടാമതായി ചെയ്യേണ്ടത് എന്താ? നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കുക എന്നുള്ളത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. നബിനോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ളൽ. നബിയെ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരാണ്? അപ്പൊ നബി പറഞ്ഞത് അഹ്സനുഹും ഖുൽഖ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ആൾക്കാരാണെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താ? കാന ഖുൽഖുഹു അൽ ഖുർആൻ. നബിന്റെ സ്വഭാവം ഖുർആനാണ്. വ ഇന്നക ലഅലാ ഖുൽഖിൻ അലീം. ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബി. നബിന്റെ സ്വഭാവം ഖുർആനാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക? രണ്ടാമത്തെ ഗുണമായ, രണ്ടാമത്തെ ശ്രേഷ്ഠതയുടെ അടയാളമായ ഏറ്റവും ഉത്തമരാകുന്ന നല്ല സ്വഭാവത്തിന്റെ ആളുകളാകാൻ വേണ്ടി നമുക്ക് സാധിക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്ത്രീയെ കുറിച്ച് പറയപ്പെട്ടു. നബിന്റെ സദസ്സിൽ ഒരു പെണ്ണിനെ കുറിച്ച് പറയാം. നബിനോട് പറഞ്ഞു, നബിയെ, ആ സ്ത്രീ അവര് പകല് നോമ്പെടുക്കാറുണ്ട്, അതേപോലെ തന്നെ രാത്രി അവർ നമസ്കരിക്കാറുണ്ട്, ധാരാളം ദാനം ചെയ്യുന്നയാളാണ്. നല്ല അടയാളങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. പക്ഷേ നബിയോട് അവർ പറഞ്ഞു, നബിയെ, അവരുടെ നാവ് കൊണ്ട് അയൽവാസികളെ ശല്യം ചെയ്യാറുണ്ട്. എന്താ റസൂലുള്ളാഹിയുടെ വാചകം എന്നറിയാം? പ്രവാചകൻ പറഞ്ഞു, ഹിയ ഫിന്നാർ. അവരാരാണ്? അവർ നരകത്തിലാണെന്നാ. അവർ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, സക്കാത്ത്, എല്ലാ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ നാവ് കൊണ്ട് അയൽവാസിയെ സ്വഭാവത്തിൽ പ്രശ്നമുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അവരെവിടെയാണെന്നാ? നരകത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാക്കണം. നമ്മൾ പറയുന്ന എനിക്കത് ബാധകമാണ്, കേൾക്കുന്ന നിങ്ങൾക്കും ബാധകമാണ്. അള്ളാന്റെ അടുക്കൽ ശ്രേഷ്ഠരാകാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ സ്വഭാവം നന്നാക്കിയാൽ മതി. എന്താണ് അതിനുള്ള വഴി? എന്താണ്? ഒന്ന് ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക. ആളുകളെ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കുക. അതേപോലെ തന്നെ വെറുതെ ഒരു ദേഷ്യം വരുന്ന സമയത്ത് മോശമായ വാക്കുകൾ പറയുന്നതിന് പകരം മൗനം പാലിക്കുക. പലപ്പോഴും മൗനം വലിയൊരു ആയുധമാണ്. നമ്മുടെ കുടുംബത്തിലാകട്ടെ, സഹോദരങ്ങളോടാകട്ടെ, സുഹൃത്തുക്കളോടാകട്ടെ, ചില സ്ഥലങ്ങളിൽ മൗനം പാലിക്കുക എന്നത് നല്ല സ്വഭാവമാണ്. എല്ലാ സ്ഥലത്തും അല്ല, അടിവരയിട്ട് പറഞ്ഞ എല്ലാ സ്ഥലത്തും അല്ല, ചില സ്ഥലങ്ങളിൽ മൗനം പാലിക്കുക എന്നുള്ളത് ഒരു നല്ല സ്വഭാവത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് മനഃപൂർവ്വം മൗനം പാലിക്കേണ്ട സന്ദർഭങ്ങളിൽ മൗനം പാലിച്ചാൽ അത് നമ്മുടെ സ്വഭാവത്തെ ഉയർത്തും. മൂന്നാമതായി ക്ഷമയും വിട്ടുവീഴ്ച ഉണ്ടാകണം. നല്ല സ്വഭാവത്തിന്റെ ആളുകൾക്ക് ഉണ്ടാകേണ്ട ഗുണമാണ് ക്ഷമിക്കാൻ പറ്റണം, വിട്ടുവീഴ്ച കാണിക്കണം. അതേപോലെ തന്നെ പറയുന്ന വാക്കും പ്രവൃത്തിയും എന്ത് ചെയ്യണം? അതിൽ സത്യസന്ധത പുലർത്തണം. അപ്പോഴാണ് നമ്മൾ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകാൻ സാധിക്കുക. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായാൽ നമ്മൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. അല്ലാഹുവേ, നീ എന്ത് ചെയ്യണം? നീ എന്റെ സൃഷ്ടിപ്പിനെ ഭംഗിയുള്ളതാക്കി. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി, എന്റെ സൃഷ്ടിപ്പിനെ, എന്റെ രൂപത്തെ നീ ഭംഗിയുള്ളതനാക്കി. ഫഅഹ്സിൻ ഖുൽഖി, അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുപോലെ എന്റെ സ്വഭാവത്തെയും നീ നന്നാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഗുണം എന്താ? ശ്രേഷ്ഠരായ മനുഷ്യരായ സ്വഭാവം നന്നാക്കിയവരാണ്. ഭാര്യനോട്, മക്കളോട്, മാതാപിതാക്കളോട്, അയൽവാസികളോട്, സഹജീവികളോട് ഒക്കെ എന്ത് ചെയ്യുക? നമ്മുടെ സ്വഭാവം നന്നാക്കുക. നമ്മൾ പരിശോധിക്കുക, എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും വൈകല്യമുണ്ടോ, തിരുത്തേണ്ടതുണ്ടോ എങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ തിരുത്തുക. മൂന്നാമത്തെ കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്ന മിൻ ഖൈരിക്കും അഹ്സനുക്കും ഖളാ. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ അവരാരാ? അവര് കടം വീട്ടുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ വീട്ടുന്നവനാണ്. കടം അഥവാ ഇടപാടുകളിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാണ് ഏറ്റവും നല്ല ആൾക്കാർ. അങ്ങനെ നമുക്ക് പറയാം. ഇടപാടുകൾ മനുഷ്യരുമായി സാമ്പത്തികമായിട്ടും മറ്റൊക്കെ ഇടപെടുന്ന ആൾക്കാരാണ് നമ്മൾ. ആ ഇടപാടുകളിൽ എന്ത് ചെയ്യണം? സൂക്ഷ്മത പാലിക്കാൻ പറ്റണം. അതിൽ കൃത്യതയുള്ള ആൾക്കാർ, അവർ നല്ല ആൾക്കാരാണ്, നല്ല മനുഷ്യന്മാരുടെ അടയാളാണ്. നോക്കൂ, നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ ഒരു മനുഷ്യന്റെ ഈമാനിന്റെ മാപിരിയാണെന്ന് വേണമെങ്കിൽ പറയാം, ഈ അളവുകോലാണെന്നൊക്കെ പറയാം.
ഒരാളുമായി സാമ്പത്തികമായി ഇടപാട് നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം അയാളുടെ ഈമാൻ എത്ര ഉണ്ടെന്ന്. പ്രവാചക തിരുമേനി പറഞ്ഞൊരു വാചകമുണ്ട്, കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും അത് താമസിപ്പിക്കുന്നവന് വലിയ അക്രമിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? സാമ്പത്തിക രംഗത്ത് കൃത്യമായ നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. പല ആൾക്കാരും കടം വാങ്ങി കൊടുക്കൂല, കടം വാങ്ങിയിട്ട് പരിഗണിക്കാതെ മാറി നടക്കുന്ന ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു മയ്യത്തിനെ കൊണ്ടുവന്ന് നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യത്ത് നമസ്കരിക്കാൻ വിസമ്മതിച്ചു. കാരണം എന്താ? ആ മയ്യത്തിന് കടമുണ്ട് എന്നുള്ളതാണ് കാരണം, കടബാധ്യത ഉണ്ട്. അപ്പൊ ഒരാൾ പറഞ്ഞു, നബിയെ ഞാനത് ഏറ്റെടുക്കാം, ഞാൻ കൊടുത്തോളാം നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് പറഞ്ഞപ്പോൾ നബി അയാൾക്ക് വേണ്ടി നിസ്കരിച്ചു. അയാളുടെ മയ്യത്ത് മറമാടി. തൊട്ടടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ ആ മരിച്ച മനുഷ്യന്റെ കടം ഏറ്റെടുത്തിരുന്നാൽ നിങ്ങളത് വീട്ടിയോ? അപ്പൊ അയാൾ പറഞ്ഞു, നബിയെ ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ, ഇന്നലെയല്ലേ മരിച്ചത്, സമയം അധികം ആയിട്ടില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം വീട്ടാൻ കൽപ്പിക്കുകയാണ്. അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ ഈ പള്ളിയിൽ ഇരിക്കുന്ന പല ആൾക്കാർ കടം വാങ്ങിയിട്ടുണ്ടാകും, കൊടുത്തിട്ടുണ്ടാകും അല്ലെ? പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ കടവുമായി ബന്ധപ്പെടുന്നവരാണ്. ആരെ എഴുതി വെച്ച ആൾക്കാർ? നമ്മൾ കൊടുത്ത കടം എഴുതി വെച്ച എത്ര ആൾക്കാരുണ്ട്? നമ്മൾ വാങ്ങിയ കടം അതിന് സാക്ഷികൾ ഉണ്ടാകും. ഇസ്ലാമിൽ ഏറ്റവും വലിയ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് എന്താ? ഏറ്റവും വലിയ ആയത്ത് അത് വിശുദ്ധ ഖുർആനിലെ ദൈനുമായി ബന്ധപ്പെട്ട ആയത്താണ്. ആയത്തു ദൈൻ എന്ന് പറയാം, കടവുമായി ബന്ധപ്പെട്ട ആയത്താണ്. നമ്മളൊരു ഖുത്ബ തന്നെ ആ വിഷയത്തിൽ പറഞ്ഞത്. ഇന്നലെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം ഹജ്ജിന് പോവുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വാക്കിന്റെ ഇടയിൽ പറഞ്ഞൊരു വാചകമുണ്ട്. അതൊരു എക്സൽ ഷീറ്റിൽ ഇതുവരെയുള്ള എല്ലാ സാമ്പത്തിക ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്, അതിൽ പലിശ എത്രയാണ്, ഇപ്പൊ എടുക്കാൻ കിട്ടുന്ന പൈസ, ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തണം. ഇതാണ് ഒരു വിശ്വാസി. ഇങ്ങനെയായിരിക്കണം നമ്മൾ സാമ്പത്തിക രംഗത്ത് എന്ത് ചെയ്യണം? അങ്ങനെ സാമ്പത്തിക രംഗത്ത് കൃത്യത പാലിക്കുന്ന ആളുകളാണ് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. മഹാനായ അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം വലിയൊരു കച്ചവടക്കാരനായിരുന്നു. ഇമാം അബു ഹനീഫ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ഒരു തുണിയിൽ ചെറിയൊരു തകരാറിന് ഒരു കേടുണ്ടായിരുന്നു. കടയിലൊരു തുണിയിൽ കേടുണ്ടായിരുന്നു. അത് വിൽക്കുന്ന സമയത്ത് ആ വിവരം പറഞ്ഞിട്ടേ വിൽക്കാവൂ എന്ന് കടയിലെ ആൾക്കാരോട് പറഞ്ഞിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ആ കച്ചവടക്കാരായ ആൾക്കാർ, അവിടെ കടയിലെ ജോലിക്കാരത് മറന്നു. അവരാ തുണിയിലെ ന്യൂനത മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതറിയാതെ എന്ത് ചെയ്തു? അവർ വിറ്റു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇത് അറിഞ്ഞു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ അവരോട് ഇത് പറഞ്ഞു? വാങ്ങിയ ആൾക്കാരുടെ അതിലെ ന്യൂനത പറഞ്ഞോ? അവർ പറഞ്ഞില്ല, ഞങ്ങൾ മറന്നുപോയി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചെയ്തത് ആ പണം മുഴുവനും, അതിന് കിട്ടിയ പണം മുഴുവൻ എന്ത് ചെയ്തു? അത് അള്ളാന്റെ മാർഗത്തിൽ വിനിയോഗിച്ചു. അതെന്റെ സമ്പത്തിൽ വരാൻ പാടില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു എന്നാണ്. അത്രമാത്രം സൂക്ഷ്മത പാലിച്ച ആളുകളാണ് മുൻഗാമികളായ ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ കട ഇടപാടൊക്കെ നടത്തുമ്പോൾ സാമ്പത്തിക രംഗത്ത് ഒന്ന് നമ്മൾ വാക്ക് പാലിക്കുന്ന ആൾക്കാരാകാം. അതേപോലെ തന്നെ കടം കൊടുക്കുന്നതും വാങ്ങുന്നതും എഴുതി വെക്കുക. സത്യസന്ധത കച്ചവടത്തിലും അതേപോലെ തന്നെ ഇടപാടുകളും അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മൾ ശ്രേഷ്ഠരായ ആളുകളുടെ ഗുണമാണ് സ്വന്തമാക്കുന്നത് എന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും. നാലാമത്തെ കാര്യം ഗുണകാംക്ഷയുള്ള വ്യക്തികളാവുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ ഞങ്ങളിൽ ഏറ്റവും നല്ല ആൾക്കാരെയും ഏറ്റവും മോശമായ ആൾക്കാരെയും പറഞ്ഞുതരാൻ വേണ്ടി പറയുന്നുണ്ട്. യാ റസൂലല്ലാഹ് അഖ്ബിർനാ ബിഖൈരിനാ മിൻ ശർരിനാ, ഞങ്ങളുടെ കൂട്ടത്തിലെ നല്ലവരാരാണ് നബിയെ, ശ്രേഷ്ഠരാരാണ് നബിയെ, ഞങ്ങളുടെ കൂട്ടത്തിലെ മോശമായ ആളുകൾ ആരാണ് നബിയെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുക്കും മൻ യുർജാ ഖൈറുഹു വയുഅ്മനു ശർറുഹു വശർറുക്കും മൻ ലാ യുർജാ ഖൈറുഹു വലാ യുഅ്മനു ശർറുഹു. വളരെ വളരെ ഭംഗിയുള്ള ഒരു പ്രയോഗമാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ നന്മ പ്രതീക്ഷിക്കപ്പെടുകയും തൻ്റെ തിന്മയെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ലാത്തവനുമാണ്. ഞാൻ വിശദീകരിക്കാം. അതേപോലെ തന്നെ എന്നാൽ നിങ്ങളിൽ ഏറ്റവും മോശമായ വ്യക്തി തൻ്റെ നന്മ ഒട്ടും പ്രതീക്ഷിക്കപ്പെടാത്തവനും തൻ്റെ തിന്മയെക്കുറിച്ച് ഭയപ്പെടേണ്ടി വരുന്നവനും. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണത്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ ആശയം? എന്താ? ഒരാളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം തോന്നണം. എന്നെ ഒരാൾ കണ്ടാൽ അയാൾക്ക് ആശ്വാസം തോന്നണം, പേടി തോന്നാൻ പാടില്ല. നമ്മളെ കാണുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യണം? അവർ സമാധാനിക്കണം, അവർക്ക് പേടി ഉണ്ടാക്കുന്ന അവസ്ഥ. അതാണ് നല്ല ഗുണമാണത്. നമ്മൾ നല്ലതേ പറയുള്ളൂ, നല്ലതേ ചെയ്യുള്ളൂ. നമ്മൾ ചെയ്യുന്ന നന്മകളിൽ എന്ത് ചെയ്യണം? അവർക്ക് സമാധാനം ഉണ്ടാകണം. നമ്മളെ പേടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. അതുണ്ടാവുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തേണ്ടതുണ്ട്. ഇദ്ദേഹം ചതിക്കുകയില്ല, പരിഹസിക്കുകയില്ല, ഉപദ്രവിക്കുകയില്ല എന്ന ഉറപ്പെന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് നൽകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഈ ഉറപ്പ് കൊടുക്കാൻ പറ്റണം. പലപ്പോഴും നമുക്കതിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ശ്രേഷ്ഠരാകാൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ പല ആളുകളും നമ്മളെ കാണും, അല്ലെങ്കിൽ നമ്മളില്ലാത്തൊരവസ്ഥയിൽ നമ്മളെക്കുറിച്ച് മോശം പറയുന്ന ആൾക്കാർ. എന്തുകൊണ്ടാണത്? നമ്മളില്ലാത്തൊരു സമയം കിട്ടിയാൽ നമ്മളെക്കുറിച്ച് മോശം പറയാൻ കാരണം എന്താ? ഒരു പരിധി വരെ നമ്മളതിന് കാരണക്കാരാണോ എന്ന് നോക്കുക. നമ്മൾ നന്മയിൽ ജീവിച്ചിട്ട് മോശം പറയുകയാണെങ്കിൽ അത് അവരും അല്ലാഹുവുമായിട്ട് തീരുമാനിച്ചോളും.
പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ സ്വകാര്യ ജീവിതമാകട്ടെ, പരസ്യ ജീവിതമാകട്ടെ, ആളുകളുമായി ഇടപഴകുന്ന മേഖലയാകട്ടെ, അവിടൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ നല്ല സ്വഭാവത്തിന്റെ, നന്നായി നല്ല നസീഹത്തോടുകൂടെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാകാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 5ാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ നന്മയുടെ വാതിലുകളാകാം. 4ാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ നന്മയുടെ വാതിലുകളാകാം. ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ആരെയും ശല്യം ചെയ്യാതിരിക്കുക, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 5ാമത്തെ കാര്യം, ശ്രേഷ്ഠരാകാനുള്ള 5ാമത്തെ അടയാളം കുടുംബത്തോടുള്ള പെരുമാറ്റമാണ്. നമ്മുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി, നബി പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവരാണ്. ഈ ഒരൊറ്റ ഹദീസ് മതി നമ്മൾ നല്ല ആളാണെന്ന് മനസ്സിലാക്കാൻ. എൻ്റെ ഭാര്യനോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, എൻ്റെ മക്കളോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, എൻ്റെ ഉമ്മാനോട്, ബാപ്പാനോട്, എൻ്റെ ജ്യേഷ്ഠനോട്, അനുജനോട് ഞാൻ എങ്ങനെ അത് നോക്കിയാൽ മതി. നമ്മൾ നല്ല ആളാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ പറഞ്ഞു, ഇത് വേറൊരാൾ പ്രസംഗിച്ചിട്ടോ ലേഖനം എഴുതിയിട്ടോ ഞാൻ നല്ലോനാണോ മോശമാണെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. സ്വയം ചോദിച്ചാൽ ഞാൻ ഇന്ന് എണ്ണിപ്പറഞ്ഞ ഈ 5 ഹദീസുകളെ മുന്നിൽ വെച്ചിട്ട് ഞാൻ എത്രമാത്രം ശ്രേഷ്ഠനാണ് എന്ന് സ്വയം നമ്മൾ വിലയിരുത്തുക. ഞാൻ എന്നെ മാറ്റി വെച്ചല്ല സംസാരിക്കുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഈ ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്ന ഉത്തമരാകാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, പള്ളിയിലും നാട്ടിലെ ആളുകൾക്കിടയിലും സൗമ്യനായി സംസാരിക്കുകയും സ്വന്തം വീട്ടിലെത്തിയാൽ ഭാര്യയോടും മക്കളോടും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്ഭുതപ്പെടും ചില ആൾക്കാരൊക്കെ കണ്ടാൽ, അത്ഭുതപ്പെടും. കാരണം എന്താ? അവർ മാന്യന്മാരാണ് സമൂഹത്തിന്റെ ഇടയിൽ. നമുക്ക് 2 മുഖം ഉണ്ടാകാൻ പാടില്ല. സമൂഹത്തിന്റെ മുമ്പിൽ ഒരു മുഖം, വീട്ടിന്റെ ഉള്ളിൽ കയറിയാൽ, നമ്മുടെ വാതിലടച്ചു കഴിഞ്ഞാൽ വേറെ ഒരു മുഖം. അത് പാടില്ല. നമ്മൾ നമ്മുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറേണ്ട ആളുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. നബി വീട്ടിൽ ഭാര്യമാരോട് ഏറ്റവും മാന്യമായി പെരുമാറിയ ആളാണ്. നബി വീട്ടു ജോലിക്ക് ഭാര്യമാരെ സഹായിച്ചു, അല്ലേ? പല വിധത്തിലുള്ള മാതൃക മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തോട് നന്നായി പെരുമാറുക, നമ്മുടെ കുടുംബത്തോട് നന്നായി ഇടപഴകുക, ഭാര്യമാരെ അംഗീകരിക്കുന്ന ആൾക്കാരാവുക, മക്കളെ കേൾക്കുന്ന ആളുകളാണ്. ഞാൻ ഇന്നൊരു ചെറിയ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ഒരു വാക്കുകൾ പോലും ആ വീഡിയോയിലില്ല. അതൊരു ചെറിയൊരു ഇമേജ് ആണ്. ആ ഇമേജിലുള്ളത് ഒരു വാപ്പയുടെ, ഒരു പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകളെ ഒരു വാക്കിന് പകരം അവർ ഉപയോഗിച്ച ഐക്കൺ ഒരു കത്തിയാണ്. മോശമായ വാക്കാണ്, മകനോട് പറയുന്ന വാക്ക്. ആ മകന്റെ നെഞ്ചിൽ പോയിട്ട് ആ കത്തി തറക്കാണ്. ആ കത്തി ഇങ്ങനെ വാപ്പ പറയുമ്പോൾ അത് നെഞ്ചിൽ പോയി കുത്തും, അവിടുന്ന് ഇങ്ങനെ രക്തം ഒഴുകും. അടുത്ത വാക്ക് വേറെ കുത്തും. നമ്മളിൽ പല ആളുകളുടെയും വാക്കുകൾ ഇതാണ്. നമ്മളിൽ പല ആളുകളുടെയും വാചകങ്ങൾ, നമ്മുടെ കുട്ടികളെ മുറിപ്പെടുത്തുന്ന വാക്ക്, ഉമ്മമാരുടെ വാക്കുകൾ. അതുകൊണ്ട് ഗൗരവമായി കാണണം. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠരാകാനുള്ള വഴി എന്താ? നമ്മൾ കുടുംബത്തോട് നന്നായി അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. സന്തോഷത്തോടെ വീട്ടിലെന്ത് ചെയ്യുക? വീട്ടിൽ കയറുക, സന്തോഷത്തോടെ അവരോട് പെരുമാറുക, അവരെ അംഗീകരിക്കുക, അവരെ കേൾക്കാൻ തയ്യാറാവുക, അവരോട് കാരുണ്യം കാണിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താവും? നമ്മൾ ഏറ്റവും ഉത്തമരായ ആളുകളാകും. സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ 5 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമരാകാൻ നമുക്ക് സാധിക്കും. കുടുംബത്തോട് നന്നായി പെരുമാറുക, മനുഷ്യരോട് നസീഹത്തോടു കൂടെ പെരുമാറുക. അതാണ് ഞാൻ ഇവിടുന്ന് അവസാനത്ത് പറഞ്ഞു തുടങ്ങാണ്. അതേപോലെ തന്നെ സാമ്പത്തിക മേഖലയിൽ എന്ത് ചെയ്യുക? നല്ല ഇടപാടുകൾ നടത്തുന്ന ആളുകളെ പ്രയാസപ്പെടുത്താത്ത ആളുകളാവുക. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഭാവം നന്നാക്കുക എന്ന ഗുണമുണ്ടാകണം. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളാകുക. ഈ 5 കാര്യങ്ങൾ ചെയ്താൽ നമ്മളാണ് ശ്രേഷ്ഠർ, നമ്മളാണ് ഉത്തമർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാപണ്ഡിതനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ഫവായിദ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പാഴായി പോകുന്ന, നഷ്ടമായി പോകുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ജീവിതത്തിൽ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ വലിയ നഷ്ടം സംഭവിക്കുന്ന 4 കാര്യങ്ങൾ. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു, അൽ ഇൽമുല്ലദീ ലാ യുഅമലു ബിഹി, പ്രവർത്തിക്കാത്ത അറിവ്. കുറേ അറിവുണ്ട്, പക്ഷെ അതൊന്നും പ്രവർത്തിക്കണില്ല, അത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ പള്ളി ആരംഭിച്ചിട്ട് ഏകദേശം 1 വർഷമാകാനായി. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ആളുകളാണെങ്കിൽ മഹാഭൂരിപക്ഷം ആളുകളും മിമ്പറിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പറഞ്ഞ എനിക്കറിവുണ്ട്, കേട്ട നിങ്ങൾക്കും അറിവുണ്ട്. നമുക്കത് ഉപകാരപ്പെടുന്നത് എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകുമ്പോഴാണ്. അതാണ് അദ്ദേഹം പറയുന്നത്, പ്രവർത്തിക്കാത്ത അറിവ് ഒരു ഉപകാരം ഉണ്ടാകും, നഷ്ടമായിരിക്കും. എത്രയോ കാര്യങ്ങൾ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് സഹോദരങ്ങൾ. അതുകൊണ്ട് ആ മഹാപണ്ഡിതന്റെ വാചകത്തിന് ഉൾക്കൊള്ളും. നമ്മളൊരു കാര്യം കേട്ടാൽ അത് പ്രമാണവുമായി യോജിക്കുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ വേഗം ചെയ്യണം. അതിൽ മടി കാണിക്കാൻ പാടില്ല, അതിലൊന്നും മടി കാണിക്കാൻ പാടില്ല. നമ്മൾ സ്വയം പരിശോധിക്കണം. ഞാൻ അറിവ് കേട്ടിട്ട് ആ അറിവിനെ നിരുത്സാഹപ്പെടുത്തുന്നവനാണോ, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നവനാണോ, പ്രവർത്തിക്കാത്തവനാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. രണ്ടാമത്തെ കാര്യമായി അദ്ദേഹം പറഞ്ഞത് അൽ അമലുല്ലദീ ലാ ഇഖ്ലാസ ഫീഹി, ഇഖ്ലാസ് ഇല്ലാത്ത, നിഷ്കളങ്കതയില്ലാത്ത കർമ്മം. പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതൊരു കർമ്മവും അള്ളാഹുവിന് വേണ്ടി ചെയ്യണം. നമ്മൾ ഏതൊരു കർമ്മവും റബ്ബിന് വേണ്ടി ചെയ്യണം. അതേ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. നമ്മുടെ ഖബറിൽ നമ്മൾ തനിച്ച കിടക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അമല് ചെയ്താൽ അവരാരും നമ്മുടെ ഖബറിൽ കൂട്ടിനുണ്ടാവില്ല. നാളെ പരലോകത്ത് വിചാരണയുടെ സമയത്ത് അവരാരും ഉണ്ടാവില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനി. വിശുദ്ധ ഖുർആനിലെ വല്ലാത്ത മനസ്സിൽ പേടിയുണ്ടാക്കുന്ന ചില ആയത്തുകളാണ് അതൊക്കെ. നമ്മൾ ഒറ്റക്കായി പോകുന്ന സമയമുണ്ട്. നമ്മൾ തനിച്ചാകും, വേറെ ആരും ഉണ്ടാവില്ല. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആരും നമ്മളെ തിരിഞ്ഞു നോക്കണം. വാപ്പിയമ്മയും തിരിഞ്ഞു ഓടും. മക്കളുണ്ടാകൂല, മാതാപിതാക്കൾ ഉണ്ടാകൂല, സഹോദരൻ ഉണ്ടാകില്ല. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒറ്റക്കായിരിക്കും. ആ ഒറ്റക്കാകുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തികൾ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഇഖ്ലാസോട് കൂടെ പ്രവർത്തിക്കണം. ആത്മാർത്ഥമായി നമ്മൾ നിസ്കരിക്കണം നമുക്ക് വേണ്ടിയാണ്, മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല. നമ്മൾ ആളുകളോട് പുഞ്ചിരിക്കുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല, നമുക്ക് വേണ്ടിയാകണം. മനസ്സിലായില്ല? അതുകൊണ്ട് അൽ അമലുല്ലദീ ലാ ഇഖ്ലാസ ഫീഹി, ഇഖ്ലാസില്ലാത്ത, നിഷ്കളങ്കതയില്ലാത്ത കർമ്മങ്ങൾ നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് അത്തരം പ്രവർത്തികൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞ അൽ മാലുല്ലദീ ലാ യുൻഫഖു മിൻഹു, ദാനം ചെയ്യാത്ത സമ്പത്ത്. അത് ഉപകാരപ്പെടൂല, അത് ഉപകാരപ്പെടൂല. എത്ര സമ്പത്ത് ഉണ്ടായാലും ആ സമ്പത്ത് നമുക്ക് എപ്പോഴാണ് ഉപകാരപ്പെടാറ്? അത് നമ്മൾ ചെലവഴിക്കുമ്പോഴാണ്. ഞാൻ 8 ഉദാഹരണം പറയാം. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചില നദികൾ, ചില കുളങ്ങൾ അതിങ്ങനെ വെള്ളം കേടുവന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. പക്ഷെ അതിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല. അതിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഒരു നീല നിറം ഉണ്ടാകും, അല്ലെങ്കിൽ ചെളി ഉണ്ടാകും, വൃത്തികെട്ട് വരും. വെള്ളം നല്ലോണം നിറഞ്ഞു കിടക്കുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങൾ, ഒരു വിശ്വാസി ശരിക്കും ഒരു കിണറിനെ, നമ്മുടെയൊക്കെ വീട്ടിലെ കിണറുകളുണ്ട്, ആ കിണർ നമ്മൾ ശരിക്കും പഠിക്കണം. എന്തുകൊണ്ട് ആ കിണറിലെ വെള്ളം കേടുവരാത്തത്? കിണറിലെ വെള്ളം നാശമാകാത്തതുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളതിന് വെള്ളം മുക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്, വെള്ളം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കെട്ടി നിൽക്കുന്ന വെള്ളം എന്ത് ചെയ്യും? പലപ്പോഴും കേടുവരാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ സമ്പത്ത് നമ്മൾ കെട്ടിക്കൂട്ടി വെച്ചാൽ ആ സമ്പത്ത് ഉപകാരപ്പെടില്ല. എന്നാൽ കിണർ പോലെ നമ്മുടെ സമ്പത്തിനെ കൊടുക്കുന്ന, വാങ്ങുന്ന, എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ആളുകളായി മാറിയാലോ നമ്മുടെ സമ്പത്ത് നമുക്ക് ഉപകാരപ്പെടും. നമ്മുടെ സമ്പത്ത് നമുക്ക് നഷ്ടമാവുകയില്ല. ഈ സമ്പത്ത് പടച്ചോൻ തന്നതാ, അല്ലാഹ് തന്നതാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യണം? അത് വിനിയോഗിക്കാൻ കഴിയണം. ചെലവഴിക്കാത്ത സമ്പത്ത്, ദാനം ചെയ്യാത്ത സമ്പത്ത്, മറ്റുള്ളവർക്ക് കൊടുക്കാത്ത സമ്പത്ത് മരിച്ച സഹോദരങ്ങളെ അവിടെ തീർന്നു നമ്മുടെ സമ്പത്ത്. എത്ര കോടി ഉണ്ടായാലും മരണപ്പെട്ട ആ സമയം മുതൽ അത് വേറെ ആൾക്കാരുതാ. അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ എന്ത് ചെയ്യുക? ചെലവഴിക്കുന്ന ആളുകളായി മാറുക. നാലാമത്തായി അദ്ദേഹം പറഞ്ഞത് അൽ ഖൽബുൽ ഫാരിഖു മിൻ മഹബ്ബത്തില്ല, അള്ളാഹുവിനോടുള്ള സ്നേഹമില്ലാത്ത ശൂന്യമായ ഹൃദയം. അള്ളാഹ് തന്നതായി ഹൃദയം. ആ ഹൃദയം ഒരിക്കലും ഉപകാരപ്പെടില്ല. ആ ഹൃദയത്തിൽ അള്ളാഹുവിനോട് ഹുബില്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ. അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആൾക്കാരാകണം. അപ്പോഴാണ് നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതം നമുക്ക് ഉപയോഗപ്പെടുക. മഹാപണ്ഡിതന്റെ ഈ 4 വാക്കുകളും അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ അതിൽ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. നമ്മൾ നമ്മുടെ അറിവുകൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക, പ്രവർത്തിക്കാതിരിക്കരുത്. അതേപോലെ തന്നെ പ്രവർത്തിക്കുമ്പോൾ ഇഖ്ലാസോടുകൂടെ കാര്യങ്ങളെ നമ്മൾ സമീപിക്കുക. നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ വിനിയോഗിക്കുക. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ ഹുബുണ്ടാകണം, അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടാകണം. എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകുമെന്നാണ് മഹാപണ്ഡിതന്റെ വാചകത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുടെ പുറത്ത് നമ്മളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഉദഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയം. ധാരാളം ആളുകൾ ഉദഹിയത്തിന്റെ കർമ്മത്തിൽ പങ്കുചേർന്നു. അതിന്റെ സമയം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ ബലിയെറുക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും എത്രയും വേഗം പേര് കൊടുക്കണം. കാരണം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തർത്തീബുകൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാ ആളുകളും, സാധിക്കുന്ന ആളുകൾ, നമ്മുടെ കയ്യിൽ പെരുന്നാളിന്റെ ദിവസം ബലിയെറുക്കാനുള്ളൊരു പൈസ ഉണ്ടായിട്ട് ബലിയെറുക്കാത്ത ഒരു മുസ്ലിം ഉണ്ടാകാൻ പാടില്ല. അടിവരായിട്ട് പഠിച്ചോളൂ. എൻ്റെ കയ്യിൽ ബലിയെറുക്കാൻ ഇപ്പൊ നമ്മുടെ പള്ളി നമ്മൾ 14,000 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 14,000 രൂപ അതൊരു വലിയ സംഖ്യ ഒന്നല്ല.
ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ ഒരു വർഷത്തിൽ ഒരു 14 തവണ അല്ലെങ്കിൽ 20 തവണ ഭക്ഷണം കഴിക്കുന്ന പൈസയാണ് 14,000 റുപ്യ എന്ന് പറഞ്ഞാൽ. ഒരു നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന സമ്പത്തുള്ളൂ. അത് ബലിയെറുക്കാത്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകരുത്. സാധിക്കുന്ന എന്നാൽ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടാകും. എല്ലാവരും ബലിയെറുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ വർഷം എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും ഞാൻ ചെയ്യുമെന്നൊരു തീരുമാനം എടുത്താൽ അതിനുവേണ്ടി ഒരുങ്ങണം. നമ്മുടെ 1000 രൂപയോ 500 രൂപയൊക്കെ ഓരോ മാസങ്ങളിൽ മാറ്റിവെച്ചാൽ തന്നെ നമുക്ക് ബലിയെറുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബലിയെറുക്കാൻ സാധിക്കുന്ന മുഴുവൻ ആളുകൾ എന്ത് ചെയ്യുക, ബലിയെറുക്കുന്ന ഗണത്തിൽ ഉൾപ്പെടുക. നമ്മുടെ പള്ളിയിൽ അതിനുള്ള സൗകര്യമുണ്ട്. ആ സൗകര്യം എല്ലാവരും ഉപയോഗപ്പെടുത്തണം. കമ്മിറ്റിയുടെ ഭാരവാഹികളുമായി ബന്ധപ്പെടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ പഠിപ്പിച്ച നന്മകൾ പ്രാവർത്തികമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിയുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. കബറുകളിൽ അവരുടെ കബർ ജീവിതം സന്തോഷകരമാക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വേദനിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന മനുഷ്യരുണ്ട്. അല്ലാഹു അവരെ മോചിപ്പിക്കുമാറാകട്ടെ. സന്താനങ്ങളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളുണ്ട്. അല്ലാഹു അവർക്ക് നല്ല സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാ മിൻഹും വൽ അംവാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين.